അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസത്തിലേക്ക് ദൈവമായ കർത്താവ് നമ്മെ വിളിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധമായ നാമത്തിന് മഹത്വം കൊടുത്ത് ഇന്നത്തെ ദിവസത്തെ പ്രത്യേക പ്രാർത്ഥന നിയോഗമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റാതെ വിഷമിക്കുന്ന ഓരോ മകനെ മകളെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തുകയാണ്. ജെറമ്യ 33:3 വെളിച്ചത്തിൽ കർത്താവെ, അവിടുത്തെ പരിശുദ്ധമായിട്ടുള്ള വചനത്തിൽ വിശ്വാസം അർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് മറുപടി നൽകുമെന്നും നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തി തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവമേ, ഞങ്ങളുടെ മറുപടി അങ്ങ് മാത്രമാണ്. ഞങ്ങളുടെ ബുദ്ധിക്ക് അതീതമായിട്ടുള്ള മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുവാനുള്ള കർത്താവെ, ഞങ്ങളുടെ ജീവിത വഴി യാത്ര ദുർഘടമാണ്, പ്രതിസന്ധികൾ നിറഞ്ഞതാണ് കർത്താവെ. ഓരോ നിമിഷവും കൊടുങ്കാറ്റ് പോലെ ജീവിത സാഹചര്യങ്ങൾ ഏറ്റുമുട്ടേണ്ടി വരുമ്പോഴും തീരുമാനമെടുക്കാൻ പറ്റാതെ വിഷമിക്കുമ്പോഴും ദൈവമേ, അങ്ങയുടെ വചനം അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ 29-ാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവ സോളമന് അളവറ്റ ജ്ഞാനവും ഉൾക്കാഴ്ചയും കടൽ തീരം പോലെ വിശാലമായ ഹൃദയവും പ്രദാനം ചെയ്തു. ദൈവമക്കളെ, നമുക്ക് വിശ്വസിക്കാം, യേശുജ്ഞാനത്തിന്റെ ഉറവിടമാണ്. ദൈവം പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങളുടെ ജീവിതയാത്ര മുന്നോട്ട് നയിക്കണം, പരിപാലിക്കണം. കർത്താവെ, കടൽ തീരം പോലെ വിശാലമായ ഹൃദയം പ്രദാനം ചെയ്ത സോളമനെ പോലെ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഉത്തരമാകണം. തീരുമാനമെടുക്കാൻ പറ്റാത്ത ഓരോ സാഹചര്യങ്ങളിലേക്ക്, ഓരോ അനുഭവങ്ങളിലേക്ക് കർത്താവെ, നീ എൻ്റെ പരിശുദ്ധാത്മാനെ അയക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പൗലോസ് പറയുന്നത് പോലെ എന്നെ ശക്തനാക്കുന്നവരോട് എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കാം. ദൈവമക്കളെ, നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് ദൈവമായ കർത്താവ് കൂട്ടിക്കൊണ്ടു വന്നുവെങ്കിൽ, നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നീ വിജയിക്കുമെന്ന് പറഞ്ഞവനാണെങ്കിൽ ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. ദൈവം നമുക്ക് വേണ്ടി വാദിച്ചുകൊള്ളും. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വഴിയും സത്യവും ജീവനുമായിട്ട് അവിടെ ഞങ്ങളുടെ ജീവിത യാത്രയിൽ കൂട്ടായിരിക്കണം, താങ്ങായിരിക്കണം, തണലായിരിക്കണം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകമായിട്ട് എല്ലാ കാര്യങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക്, പരിശുദ്ധ അമ്മ വഴി, യേശുപിതാവ് വഴി, തൃത്വ കൂട്ടായ്മയിലേക്ക്, തിരുക്കുടുംബത്തിലേക്ക് യേശുവിന്റെ പരിശുദ്ധ നാമത്തിന് മുമ്പിൽ വചനത്തിന്റെ കൊട്ടുകെട്ടി അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം.